വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോയിഡ് കമ്പനിയുടെ സ്റ്റെല്ലാർ എന്ന് പറഞ്ഞ എ സിയുടെ റിമോട്ടിനെ പറ്റിയിട്ടാണ്. ഒരുപാട് ഹിഡൻ ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ ഒരു എ സിയുടെ റിമോട്ടിൽ വരുന്നത്. കാണുമ്പോൾ തന്നെ വലിയ LCD ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പണ്ടത്തെ കീപാഡ് ഫോൺ ഉപയോഗിക്കണ പോലത്തെ ഇത്തരത്തിലുള്ള ഒരു ഹിഡൻ ഫങ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കണമെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാം. ഈ ഒരു ഫങ്ഷൻസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ് ആണ്. കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്ത ഫങ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫങ്ഷൻസും ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഹിഡൻ ഫീച്ചേഴ്സ് എന്നും എന്തൊക്കെയാണ് ഇതിൽ വരുന്ന മാറ്റങ്ങളെന്നും നമുക്ക് ഒരു വീഡിയോ കൂടെ നോക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിന്റെ പവർ ബട്ടൺ ഓൺ ആക്കുന്ന സമയത്ത് ഇത്തരത്തിലാണ് അതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഏറ്റവും ടോപ്പിലായിട്ട് അതിന്റെ ടൈമിംഗ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്കിതിൽ ഈ ഒരു സൈഡിലായിട്ട് ഇതിന്റെ ഫാൻ സ്പീഡ്, അതുപോലെ തന്നെ അതിന്റെ സ്വിംഗ് ബട്ടൺ, പിന്നെ നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ, പിന്നെ നമുക്ക് ഇതിൽ മൈക്കിന്റെ ചിഹ്നം കാണാനായിട്ട് പറ്റും. വോയിസ് കമാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൈക്കിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ 5 ടൈപ്പ് മോഡുകളാണ്: കൂൾ മോഡ്, ഡ്രൈ മോഡ്, ഫാൻ മോഡ്, അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ മോഡ്, ഹീറ്റ് മോഡ്, അങ്ങനെ 5 മോഡുകളും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു ഈസിയിൽ കോമൺ ആയിട്ട് ഇതിന്റെ റിമോട്ട് ഓൺ ആക്കുമ്പോൾ വരുന്ന ഫങ്ഷൻസ്. അപ്പൊ നമുക്ക് ഇതാണ് ഇതിന്റെ പവർ ബട്ടൺ. ഇതൊരു ഓൺ ഓഫ് പവർ ബട്ടൺ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഈ 2 സൈഡിലായിട്ട് പ്ലസും മൈനസും കൊടുത്തിട്ടുണ്ട്. പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാനും, മൈനസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂട്ടാനുള്ളതാണ് ഇതിന്റെ ഈ പ്ലസ് മൈനസ് ബട്ടൺ. ഇതിൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്കത് എന്തൊക്കെയാന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നതിൽ ഐഫീൽ സെൻസർ ഉണ്ട്. നമ്മുടെ ഈ എ സിയുടെ റിമോട്ട് ഇപ്പൊ എവിടെയാണ് വെക്കണത് അതനുസരിച്ച് ആ ഒരു ഭാഗത്തേക്കായിരിക്കും എ സിയുടെ കൂളിംഗ് വരാം. അതിന് വേണ്ടിയിട്ട് ഐഫീൽ എന്ന് പറഞ്ഞ ഒരു സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഈ ഒരു റിമോട്ടിൽ റിയൽ ടൈമാണ് കാണാൻ പറ്റുക. മിക്ക എ സികളിലും ടൈം കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിരിക്കില്ല. ഇപ്പൊ നമുക്കിതിൽ നമ്മളിവിടെ ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പ്രോപ്പർ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ഒരു മോഡൽ എ സിയിൽ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ടൈം ആയിരിക്കും, നമുക്ക് ക്ലോക്കിൽ ടൈം ആയിരിക്കും ഇതിൽ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ്, നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഒരു LCD ഡിസ്പ്ലേ വലിയ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എന്തൊക്കെ മോഡ് എന്നുള്ളത് ഇതിൽ ഇൻഡിക്കേഷൻ സഹിതം അതിൽ നോട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് ഇതിന്റെ ഫാൻ സ്പീഡാണ്. ഫാനിന്റെ സ്പീഡ് നമ്മൾ ആദ്യം പവർ ഓൺ ചെയ്തതിനു ശേഷം ഇതിന്റെ ഫാൻ സ്പീഡ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോ മോഡ്, അതുപോലെ തന്നെ ഫാനിന്റെ ലോ സ്പീഡ്, മീഡിയം, അതുപോലെ തന്നെ നമുക്ക് ഫുൾ സ്പീഡ്, ഇത്തരത്തിൽ നമുക്ക് ഇവിടെ സ്പീഡിന്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഫാനിന്റെ ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ ഓട്ടോ മോഡിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്ത് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമ്മൾ ഇതിൽ അടുത്തായിട്ട് വരുന്നതിന്റെ മോഡുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ 5 മോഡുകളാണ് വരുന്നത്. അപ്പൊ നമുക്ക് 5 മോഡ് ഏതൊക്കെയാണ് ആ മോഡ് എന്ന് നമുക്ക് പരിചയപ്പെടാം. അതിൽ നമുക്ക് ആദ്യമായിട്ട് വരുന്ന മോഡാണ് കൂൾ മോഡ്. കൂൾ മോഡ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് വരുന്ന ഈ ഒരു ഇൻഡിക്കേഷൻ ചിഹ്നമാണ് കൂൾ മോഡ്. ഈ ഒരു മോഡിൽ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമാണ് നമ്മുടെ AC പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൂളിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൂൾ മോഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിൽ അടുത്തായിട്ട് വരുന്ന ഒരു മോഡാണ് ഡ്രൈ മോഡ് എന്ന് പറയുന്നത്. ഈ ഒരു മോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലായിട്ടും മൺസൂൺ ടൈമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മോഡാണ് ഡ്രൈ മോഡ്. അടുത്തായിട്ട് വരുന്നതാണ് ഇതിന്റെ ഫാൻ മോഡ്. നമ്മുടെ ഇൻവെർട്ടർ എസികൾ നമുക്ക് കൂളിംഗ് ഒന്നും വേണ്ട, ജസ്റ്റ് ഫാനിന്റെ പർപ്പസ് മാത്രമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാൻ മോഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് AC യിൽ നിന്ന് കൂളിംഗ് ഒന്നും ഉണ്ടാവില്ല, ഫാൻ സ്പീഡ് മാത്രമായിട്ട് AC വർക്ക് ആവും. ഇത് നമ്മൾ അഗൈൻ പ്രസ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് ഹീറ്റ് മോഡ്. ഈ ഒരു മോഡിന്റെ ഉപയോഗം കൂടുതലായിട്ടും വിന്റർ സീസണിലൊക്കെയാണ്. വിന്റർ സീസണിലൊക്കെ നമ്മുടെ AC ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തണുത്തിരിക്കുന്ന റൂമിനെ ഹീറ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മോഡാണ് ഹീറ്റ് മോഡ്. അപ്പൊ അങ്ങനെ ഇത്തരത്തിൽ 5 പ്രധാനപ്പെട്ട മോഡുകളാണ് AC വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ ഇൻവെർട്ടർ AC കൂൾ മോഡിൽ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നതാണ് ടെർബോ എന്ന് പറയുന്ന ബട്ടൺ. ഈ ഒരു ടെർബോ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഹ്യൂമന്റെ ചിഹ്നം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മുടെ റൂമിലേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ റൂമൊക്കെ ഓവർ ഹീറ്റഡ് ആയിരിക്കും. ഈ ഓവർ ഹീറ്റഡ് ആയിരിക്കുന്ന റൂമിനെ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെർബോ ബട്ടൺ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ റൂമിനെ തണുപ്പിക്കാൻ പറ്റും. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ഇതിന്റെ സ്വിംഗ് ബട്ടൺ ആണ്. ഇതിൽ നമുക്കൊരു 4 വേസിംഗ് AC ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമ്മുടെ ACനെ ഫ്ലാപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് സ്വിംഗ് ബട്ടണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട് ഉപയോഗിക്കുന്നതാണ് വീസിംഗ് എന്ന് പറയുന്നത്. നമുക്കത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിക്കേഷൻ മാറുന്നതായിട്ട് കാണാം. ഓരോ നമുക്ക് രീതിയിൽ ഇതിലും നമുക്ക് ഓട്ടോ ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് ഇതിനെ ഫുൾ സ്പീഡിലും ഇതിനെ സ്വിംഗിങ് നമുക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ഹൊറിസോണ്ടലായിട്ട് സ്വിംഗും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫുൾ സ്പീഡിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി വരുന്നതാണ് ഇതിന്റെ ഡിസ്പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. നമ്മുടെ ACയുടെ ഡിസ്പ്ലേ ബട്ടൺ ഓഫ് ആക്കാനും ഓൺ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബട്ടണാണ് ഡിസ്പ്ലേ ബട്ടൺ. ഇനി വരുന്നതാണ് ഇതിന്റെ ഹിഡൻ ഫങ്ഷൻസ്. അതിനുവേണ്ടി നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യാം.
ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് സ്ലീപ്പ് മോഡാണ്. സ്ലീപ്പ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാത്രി കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാവുന്ന ഒരു മോഡാണ് സ്ലീപ്പ് മോഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്ന മോഡാണ് എക്കണോമിക് മോഡ്. ഒരു എക്കണോമിക് മോഡിൽ നമുക്കൊരു AC വർക്ക് കഴിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എക്കോ എന്ന് പറഞ്ഞ എക്കണോമിക് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നതാണ് ഇതിന്റെ ടൈമർ ബട്ടൺ എന്ന് പറയുന്നത്. പലരും വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് ടൈമർ ബട്ടൺ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ടൈമർ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ടൈമർ ഓൺ എന്നും ടൈമർ ഓഫ് എന്നും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ടൈമർ ഓൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മുൻകൂട്ടി നമ്മുടെ AC ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈമർ ഓൺ ബട്ടൺ ഉപയോഗിക്കണേ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. ഒരു 10 മണിക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് 6 മണിക്കൊക്കെയാണ് വീട്ടിലെത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ നമുക്ക് ടൈമർ ഓൺ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 5:30ക്ക് നമുക്ക് ഇതിൽ ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഇതിൽ AC ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈമർ ഓൺ ബട്ടൺ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനായിട്ട് ഈ ടൈമർ ഓൺ ബട്ടൺ നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ ടൈമർ ഓൺ എന്ന് പറയുന്നത് വരുന്നത് കാണാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് ഇത് നമുക്ക് ടൈമർ ഓൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ബ്ലിങ്ക് ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് അഗൈൻ നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അത് ആ ഒരു ബ്ലിങ്കിങ്ങിലേക്ക് ആയിട്ട് വരുള്ളൂ. ഇത്തരത്തിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യണം. ബ്ലിങ്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ഹവേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതനുസരിച്ച് AM ആണോ PM ആണോ വേണ്ടതെന്ന് നിങ്ങൾ അതനുസരിച്ച് ഏത് ടൈമിലാണ് നമ്മുടെ AC ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് 5:30 സെറ്റ് ചെയ്താലാണ് ആ ഒരു ടൈം അനുസരിച്ച് നമ്മുടെ AC ഓൺ ആവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ടൈമർ ഓൺ ബട്ടൺ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ടൈമർ ഓഫ് എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കാം. അപ്പൊ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് അഗൈൻ പ്രസ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഹവേഴ്സ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവുള്ളൂ. ഇനി ടൈമർ ഓഫിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇപ്പൊ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു AC ഓഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ടൈമർ ഓഫ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നൈറ്റ് നമ്മളൊരു 10 മണിക്ക് നമ്മുടെ AC ഓൺ ചെയ്തു. ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ AC ഓഫ് ആകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 10 മണിക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൊക്കെ ഇതിൽ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ AC ഓഫ് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതും ഇതുപോലെ തന്നെ ടൈമിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അതിന്റെ ഹവേഴ്സും നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ AC ഓഫ് ആവുന്നതായിരിക്കും. അപ്പൊ അതിന് സെറ്റ് ചെയ്യാനായിട്ട് അഗൈൻ ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ ഹവേഴ്സ് ഇതിൽ സെറ്റ് ആവുക. അപ്പൊ ഇതനുസരിച്ചാണ് ടൈമർ ഓണും ടൈമർ ഓഫും നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നതാണ് ഇതിന്റെ മൈ മോഡ് എന്ന് പറയുന്ന ബട്ടൺ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മൈ മോഡിന്റെ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് ഇത്തരത്തിലൊരു ഹ്യൂമന്റെ ചിഹ്നം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് മോഡ് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഫാൻ സ്പീഡ് സ്വിങ്ങിങ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈമർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൈ മോഡ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തിരിക്കണേ. അപ്പൊ നമുക്കതൊരു ഫേവറേറ്റ് മോഡായിട്ട് നമുക്കിതിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മളിതിൽ പരിചയപ്പെടാൻ പോകുന്നതാണ് ഇൻബിൽട്ട് എയർ പ്യൂരിഫയർ. അതുപോലെ തന്നെ നമുക്കിതിൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചറോട് അടങ്ങിയ ഫിൽട്രേഷൻ വരുന്നുണ്ട്. അതിലാദ്യം വരുന്നത് AIQ എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ പ്യൂറോ എയറും കൊടുത്തിട്ടുണ്ട്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ AC-കളിൽ വരുന്ന ഡസ്റ്റ്, ബാക്ടീരിയ, അതുപോലെ തന്നെ PMH ഇതൊക്കെ ഇതിൽ പ്രൊട്ടക്ട് ചെയ്ത് ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എയർ ഫിൽറ്ററുകൾ ഇതിൽ കൊടുത്തിരിക്കണേ. അപ്പൊ അത് ഇതിനുള്ള എയറിനൊക്കെ ഇപ്പൊ ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ നമ്മുടെ റൂമിലത്തൊക്കെ റിമൂവ് ചെയ്ത് കളയും. അതിന് വേണ്ടിയിട്ടാണ് ഒരു ബിൽറ്റിൻ AIQ ഇതിൽ കൊടുത്തിരിക്കണേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലൊരു പ്യൂറോ അയോണൈസറും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല ഇതിലുള്ള ആന്റി ബാക്ടീരിയ പോലെയൊക്കെ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നതാണ് മ്യൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് മൈക്കയുടെ ചിഹ്നമാണ്. നമുക്ക് AC-കളിൽ ഈ ഒരു AC-യിൽ നമുക്ക് വോയിസ് സെർച്ചും കൂടി എനേബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് സെർച്ച് ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വോയിസിനെ മ്യൂട്ട് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചിഹ്നം നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന് 6-in-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1.5 ടണ്ണിന്റെ AC-നെ നമുക്ക് കൺവെർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതായത് നമുക്കിതിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ ഈ ടോപ്പിലായിട്ട് C1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് C1 എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെർട്ടർ AC നമുക്കൊരു 40%ലേക്ക് കൺവെർട്ട് ആവും. അതായത് നമുക്കൊരു 1.5 ടൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 40%ലേക്ക് കുറഞ്ഞിട്ടായിരിക്കും നമ്മുടെ AC വർക്ക് ആവുക. അപ്പൊ നമുക്ക് വലിയ രീതിയിലുള്ള യൂസ് ഒന്നും നമുക്ക് AC-ക്ക് ഇല്ല. ജസ്റ്റ് ചെറിയ രീതിയിലുള്ള തണവൊക്കെ മതി എന്നുണ്ടെങ്കിൽ വേണ്ടിയിട്ടാണ് ഈ ഒരു C1 എന്ന് പറഞ്ഞ ബട്ടൺ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അഗൈൻ നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് C2 കാണാം. C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിനെ 60%ലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് C2 ഇതിൽ കൊടുത്തിരിക്കുന്നത്. അഗൈൻ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ C3 ഉണ്ട്. അതൊരു 80%ലേക്ക് മാറും.
വീണ്ടും നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതൊരു 100%-ലായിരിക്കും വർക്ക് ആവുക. അപ്പൊ നമുക്കിതിൽ C5 വരുന്നുണ്ട്. ഇതൊരു 1.5 125%-ലേക്ക് കൺവേർട്ട് ചെയ്ത് വർക്ക് ആവുന്ന ഒരു മോഡാണ് ഈ ഒരു C5 എന്ന് പറയുന്നത്. അഗെയിൻ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ CA എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഓട്ടോമാറ്റിക് ആണ്. അതായത് ഏകദേശം ഒരു 30% തൊട്ട് 110%-നുള്ളിൽ ഒരു കൂളിംഗ് കപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ആവുന്നതാണ് CA എന്ന് പറയുന്ന മോഡ്. അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് 6 ടൈപ്പ് ഫങ്ഷൻസ് ആണ് ഈ ഒരു 6-in-1 ഈ ഒരു AC-ൽ വരുന്നത്. ഇനി ലാസ്റ്റ് വരുന്നതാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ആ റൂമിൽ ഉണ്ടാവണ ആ ഒരു ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമുക്ക് ഇതിന്റെ റൂം ടെമ്പറേച്ചറും ഫാൻ സ്പീഡ് മാത്രമാണ് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂട്ട് ബട്ടണും ഹ്യൂമിഡിറ്റി ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിൽ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ള മറ്റുള്ള കമ്പനികളൊക്കെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഫങ്ഷൻസും കൂടുതൽ ആഡ് ഓൺ ചെയ്യണ ഫങ്ഷൻസും സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ഫീച്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു പ്രീമിയം ലുക്ക് തന്നെ ഈ ഒരു AC-യുടെ റിമോട്ടിന് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതൊരു ബാറ്ററി സേവർ റിമോട്ടാണ്. മിക്ക AC-കളിലും നമ്മൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം കണ്ടിരിക്കും ഓഫ് ആവാം. ഇതിൽ നമുക്ക് വേറെ ആവശ്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഈ ഒരു LCD ഡിസ്പ്ലേ നമുക്ക് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടിയും അതിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്രയും നമുക്ക് സേഫ്റ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു റിമോട്ട് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഇവരുടെ സ്റ്റെല്ലാർ AC-കളിൽ മാത്രമാണ് ഈ ഒരു റിമോട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെയായിട്ട് തന്നെ കമന്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.